ഹായ് ഓൾ, ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്, ഇലക്ട്രോ കെമിസ്ട്രി. ഓക്കെ, അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഫസ്റ്റ് നമ്മൾ കുറേ ടേംസും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെട്ടത്. നമുക്കറിയാവുന്ന ടേംസ് ആണ്, പക്ഷെ നമുക്ക് കൺഫ്യൂസ്ഡ് ആവുന്ന കുറേ ടേംസ് ആണ്. കണ്ടക്റ്റൻസ്, റെസിസ്റ്റൻസ്, സ്പെസിഫിക് കണ്ടക്റ്റൻസ്, മോളാർ കണ്ടക്റ്റൻസ്, ഇതെല്ലാം നമ്മൾ യൂഷ്വലി കേൾക്കുന്ന വേർഡ്സ് ആണ്. ഇതിൻ്റെ എല്ലാം ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. പക്ഷേ എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻസ് വരുന്ന കുറച്ച് ടേംസ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ടേംസും കാര്യങ്ങളൊക്കെ ആദ്യം നമുക്കൊന്ന് പരിചയപ്പെട്ട ശേഷം നമുക്ക് പ്രധാനപ്പെട്ട ടോപ്പിക്സിലോട്ടും കാര്യങ്ങളിലോട്ടും ഒക്കെ പോവാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രിയിൽ സം ബേസിക് ടേംസ് റിലേറ്റഡ് ടു ഇലക്ട്രോ കെമിസ്ട്രി എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ്, റെസിസ്റ്റൻസ് നമുക്കറിയാം അല്ലേ. റെസിസ്റ്റൻസ് മീൻസ് ഒരു പ്രതിരോധമാണ് അല്ലേ. അപ്പോൾ എന്താണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ഒബ്സ്ട്രക്ഷൻ ടു ദി ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി. ഒരു വൈദ്യുതിയുടെ ഫ്ലോയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒബ്സ്ട്രക്ഷൻ ആണ്, അല്ലെങ്കിൽ തടസ്സത്തിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ ഒരു ഇലക്ട്രിക്കൽ ഫ്ലോ എന്ത് ചെയ്യും? കുറയും. ഓക്കെ, അപ്പം ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കുറവാണെന്നുണ്ടെങ്കിൽ ഈസിലി ഇലക്ട്രിസിറ്റിക്ക് ഫ്ലോ ചെയ്യാനും സാധിക്കും അല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് എൻ ഒബ്സ്ട്രക്ഷൻ. അപ്പം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ഒബ്സ്ട്രക്ഷൻ ടു ദി ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി. ഒരു ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോയിൽ ഉണ്ടാകുന്ന ഒരു ഒബ്സ്ട്രക്ഷനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദ റെസിസ്റ്റൻസ് ഓഫ് എനി കണ്ടക്ടർ ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ലെങ്ത് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. നമ്മളൊരു പർട്ടിക്കുലർ കണ്ടക്ടർ എടുത്തു, ആ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മൾ എടുക്കുന്ന കണ്ടക്ടറിൻ്റെ ലെങ്ത്തുമായിട്ട് റെസിസ്റ്റൻസിന് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും, അതുപോലെ ഏരിയയുമായിട്ട് റെസിസ്റ്റൻസിന് ഇൻവേഴ്സ് റിലേഷൻഷിപ്പുമായിരിക്കും. അതായത് ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് കൂടുന്നു, അതുപോലെ ഏരിയ കുറയുന്നതിനനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് കൂടുന്നു. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. അതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം? റെസിസ്റ്റൻസ് പ്രൊപ്പോർഷണൽ ടു L by A എന്ന് പറയാം അല്ലേ. റെസിസ്റ്റൻസ് ലെങ്ത് ഓഫ് ദി കണ്ടക്ടറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, പക്ഷേ ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം R പ്രൊപ്പോർഷണൽ ടു L by A എന്ന് പറയാം. ഇനി പ്രൊപ്പോർഷണാലിറ്റി മാറ്റി കൊടുക്കാനായിട്ട് നമ്മളിവിടെ ഒരു കോൺസ്റ്റന്റ് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ എന്ത് വരുന്നു? റോ ഇൻറ്റു L by A എന്ന് എഴുതും അല്ലേ. R ഈക്വൽ ടു റോ ഇൻറ്റു L by A എന്ന് വരും. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു L by A. ഈ കോൺസ്റ്റന്റ് റോയിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി. ഓക്കെ, സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെന്നുണ്ടെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്നാണ് ഈ റോയിനെ വിളിക്കുന്ന പേര്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ, ഇനി റോയിലാണ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിക്കുന്നത്. റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ റോ ഇൻറ്റു L by A ചെയ്താൽ മതി. ഇനി റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? റോ ഈക്വൽ ടു R ഇൻറ്റു A by L ചെയ്താൽ മതി. ഓക്കെ, റോ ഈക്വൽ ടു R ഇൻറ്റു A by L ചെയ്താൽ മതി. ഇതാണ് എന്ത്? റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന കേസിൽ ഇപ്പം നമുക്കറിയാം R ഈക്വൽ ടു റോ ഇൻറ്റു L by A ആണെന്ന് നമുക്കറിയാം. റെസിസ്റ്റൻസ് ഈക്വൽ ടു റെസിസ്റ്റിവിറ്റി ഇൻറ്റു ലെങ്ത് A by ഏരിയ ആണെന്ന് നമുക്കറിയാം. ഇനി നമ്മളിവിടെ കൺസിഡർ ചെയ്യുവാണ്, നമ്മൾ കൺസിഡർ ചെയ്ത ആ ഒരു കണ്ടക്ടറിൻ്റെ ലെങ്ത്ത് 1 സെൻറ്റിമീറ്റർ ആണ്, അതുപോലെ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ സ്ക്വയറും ആണ് എന്ന് കരുതുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? R ഈക്വൽ ടു റോ ഇൻറ്റു എല്ലിന് 1 കൊടുത്തു, ഏരിയയ്ക്കും 1 കൊടുത്തു. അപ്പോൾ എന്ത് കിട്ടി? R ഈക്വൽ ടു റോ ഇൻറ്റു 1 by 1 വിച്ച് ഇസ് ഈക്വൽ ടു R ഈക്വൽ ടു റോ എന്ന് തന്നെ കിട്ടി. ഓക്കെ, അതായത് നമുക്ക് പറയാം ലെങ്ത് 1 സെൻറ്റിമീറ്ററും ഏരിയ 1 സെൻറ്റിമീറ്റർ സ്ക്വയറും ആവുന്ന സമയത്ത് എന്ത് തമ്മിൽ ഈക്വൽ ആവും? റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും ഈക്വൽ ആവും എന്ന് പറയാം. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് ആൻ ഒബ്സ്ട്രക്ഷൻ ടു ദി ഇലക്ട്രിക്കൽ ഫ്ലോ. ഇലക്ട്രിക് ഫ്ലോയ്ക്ക് ഉണ്ടാവുന്ന ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു ഒബ്സ്ട്രക്ഷനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. റെസിസ്റ്റൻസ് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? ലെങ്ത് ഓഫ് ദി കണ്ടക്ടറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, പക്ഷേ ഏരിയ ഓഫ് ക്രോസ് സെക്ഷന്
ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. സോ നമുക്ക് പറയാം R ഈസ് പ്രൊപ്പോർഷണൽ ടു L ബൈ A എന്ന് പറയാം. അങ്ങനെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഇട്ട് കൊടുത്ത കോൺസ്റ്റന്റ് ആണ് റോ എന്ന് പറയുന്നത്. ആ റോ എന്ന് പറയുന്ന കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി. ഓക്കെ, സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെന്നുണ്ടെങ്കിൽ റെസിസ്റ്റിവിറ്റി. ആൻഡ് റോയുടെ ഇക്വേഷൻ എന്താണ്? റോ ഈക്വൽ ടു R ഇൻറ്റു A ബൈ L എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്ത കണ്ടക്ടറിൻ്റെ ലെങ്ത് 1 സെൻറ്റിമീറ്ററും ഏരിയ 1 സെൻറ്റിമീറ്റർ സ്ക്വയറും ആവുന്ന സമയത്ത് R ഈക്വൽ ടു റോ എന്ന് കിട്ടും, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു റെസിസ്റ്റിവിറ്റി എന്ന് കിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ റെസിസ്റ്റൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്ത് വെച്ചിരിക്കുക. സോ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓർ റെസിസ്റ്റിവിറ്റി ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഓഫ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അല്ലേ, റോ എന്ന് പറയുന്നത് R ആവും എപ്പോഴാണ്? ലെങ്ത് 1ഉം ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും 1 ആവുന്ന സമയത്ത്. അതാണ് പറഞ്ഞത് സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓർ റെസിസ്റ്റിവിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ of unit length. Unit length means length equal to 1 centimeter and unit area of cross section, that is 1 centimeter square. Okay, the unit of specific resistance is ohm. അപ്പോൾ ഈ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ വരുന്നത്? ഓം സെന്റിമീറ്റർ അല്ലെന്നുണ്ടെങ്കിൽ ഓം മീറ്റർ എന്ന് വരും. അല്ലേ, ഇപ്പൊ റോ ഈക്വൽ ടു R ഇൻറ്റു A ബൈ L എന്നല്ല ഇക്വേഷൻ. റോയുടെ യൂണിറ്റ് എന്താണ്? റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? ഓം. ഏരിയയുടെ യൂണിറ്റ് എന്താണ്? സെന്റിമീറ്റർ സ്ക്വയർ. ലെങ്ത്തിന്റെ യൂണിറ്റ് എന്താണ്? സെന്റിമീറ്റർ. അപ്പം സെന്റിമീറ്ററും സെന്റിമീറ്റർ സ്ക്വയറിനെയും കൂടെ ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി എന്ത് കിട്ടി? ഓം സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇനി മീറ്ററിലാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓം മീറ്റർ എന്ന് കിട്ടി. ഓക്കെ, ഓം മീറ്റർ എന്ന് കിട്ടി. അപ്പം ഓം സെന്റിമീറ്റർ അല്ലെങ്കിൽ ഓം മീറ്റർ എന്നുള്ളതാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ ആണേ. അടുത്തത് കണ്ടക്റ്റൻസ്. രണ്ടാമത്തത് കണ്ടക്റ്റൻസ്. കണ്ടക്റ്റൻസിനെ നമ്മൾ യൂഷ്വലി G എന്ന് പറയുന്ന ലെറ്റർ വെച്ച്, റെസിസ്റ്റൻസിനെ ക്യാപിറ്റൽ R വെച്ച് ഡിനോട്ട് ചെയ്തതുപോലെ കണ്ടക്റ്റൻസിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ G വെച്ചിട്ടാണ് സാധാരണ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. ഇനി നോക്കിക്കേ, the term conductance implies the ease with which the current flows through the conductor. ഇനി എന്താണ് കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ? കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ease with which the current flows through the conductor. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഒബ്സ്ട്രക്ഷൻ ഫോർ ദി ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് ത്രൂ ദി കണ്ടക്ടർ ആയിരുന്നു. അല്ലേ, അപ്പോൾ ഒരു ഇലക്ട്രിക് കറണ്ടിനെ ഒരു കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ ഉള്ള തടസ്സമായിരുന്നു റെസിസ്റ്റൻസ് എങ്കിൽ കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ഈസിനെസ്സോടുകൂടി ഒരു ഇലക്ട്രിസിറ്റി ഒരു കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്നു. അപ്പം നോക്കിക്കേ, ദ ടേം കണ്ടക്റ്റൻസ് ഇംപ്ലൈസ് ദ ഈസ് വിത്ത് വിച്ച് ദ കറന്റ് ഫ്ലോസ് ത്രൂ ദി കണ്ടക്ടർ. കറണ്ട് ഒരു കണ്ടക്ടറിലൂടെ എന്തുമാത്രം ഈസി ആയിട്ട് ഫ്ലോ ചെയ്യുന്നു, അതാണ് എന്ത്? കണ്ടക്റ്റൻസ്. അപ്പം റെസിസ്റ്റൻസിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ കണ്ടക്റ്റൻസ്? കാരണം റെസിസ്റ്റൻസിൽ ഒബ്സ്ട്രക്ഷൻ ഓഫ് കറന്റ് ഫ്ലോ ആയിരുന്നു എങ്കിൽ ഇവിടെ ഈസിനെസ് ഓഫ് കറന്റ് ഫ്ലോ ആണ്. അപ്പോൾ അതായത് റെസിസ്റ്റൻസിന്റെ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്ത്? കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ് കണ്ടക്റ്റൻസ്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ കണ്ടക്റ്റൻസ് Gനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 ബൈ റെസിസ്റ്റൻസ് 1 ബൈ R എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ കണ്ടക്റ്റൻസ് G ഈസ് ഈക്വൽ ടു 1 ബൈ R അല്ലെന്നുണ്ടെങ്കിൽ 1 ബൈ റെസിസ്റ്റൻസ് എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ്. അപ്പോൾ യൂണിറ്റ് എന്ത് വരും നോക്കിക്കേ? കണ്ടക്റ്റൻസ് Gയുടെ ഇക്വേഷൻ 1 ബൈ R എന്നാണ്, 1 ബൈ റെസിസ്റ്റൻസ് എന്നാണ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? ഓം ആണ്. അപ്പോൾ 1 ബൈ ഓം അല്ലെന്നുണ്ടെങ്കിൽ ഓം റേസ് ടു -1 എന്നാണ് ആരുടെ യൂണിറ്റ് അപ്പം വരിക? കണ്ടക്റ്റൻസ് Gയുടെ യൂണിറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അടുത്ത പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഓം റേസ് ടു -1. ഇൻ SI സിസ്റ്റം ദ യൂണിറ്റ് ഈസ് സീമൻ. SI യൂണിറ്റിനകത്തുള്ള കണ്ടക്റ്റൻസിന്റെ യൂണിറ്റ് അത് നോക്കി വെച്ചേക്കണേ, സീമൻ ആണ് കേട്ടോ. SI സിസ്റ്റത്തിനകത്ത് യൂണിറ്റ് ഓഫ് കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത് സീമൻ ആണ്, സീമൻ കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേരാം. അടുത്തത് സ്പെസിഫിക് കണ്ടക്റ്റൻസ്. സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്? സ്പെസിഫിക് റെസിസ്റ്റൻസ് ഈസ് ദി റെസിസ്റ്റൻസ് വെൻ ദ ലെങ്ത് ഈസ് യൂണിറ്റ്, അല്ലെ വെൻ ലെങ്ത് ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് യൂണിറ്റി. കണ്ടക്ടറിന്റെ ലെങ്ത്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും യൂണിറ്റി ആവുന്ന സമയത്ത് റെസിസ്റ്റൻസിനെയാണ് എന്തെന്ന് വിളിക്കുക? റെസിസ്റ്റൻസിനെ തന്നെയാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് വിളിക്കുക. ഇനി എന്താണ് സ്പെസിഫിക് കണ്ടക്ടിവിറ്റി? എന്താണ് സ്പെസിഫിക് കണ്ടക്ടിവിറ്റി? നോക്കിക്കേ,
Specific conductance is the conductance of the conductor of unit length and unit area of cross section. അതായത് ഇവരുടെ നമുക്ക് കിട്ടി G ഈക്വൽ ടു 1/R എന്നാണ് നമ്മുടെ ഇക്വേഷൻ പറഞ്ഞത്. കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് എന്നായിരുന്നു അല്ലേ. അപ്പോൾ 1/R എന്ന് കിട്ടി. ഇനി ആറിൻ്റെ വാല്യൂ നമുക്കറിയാമല്ലോ, എന്താ? R ഈക്വൽ ടു റോ ഇൻറ്റു L/A എന്നാണ് ആറിൻ്റെ വാല്യൂ. അപ്പോൾ അതിവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്ത് വരും? G ഈക്വൽ ടു 1/ρ ഇൻറ്റു L/A, അതായത് A/L ഇൻറ്റു 1/ρ എന്ന് വന്നു അല്ലേ. അപ്പോൾ കണ്ടക്റ്റൻസ് G ഈക്വൽ ടു A/L ഇൻറ്റു 1/ρ എന്ന് വന്നു. ഈ 1/ρ എന്താണ്? 1/ റെസിസ്റ്റിവിറ്റി. ഓക്കെ, ആ 1/ റെസിസ്റ്റിവിറ്റിയെ നമ്മൾ K എന്ന് ഡിനോട്ട് ചെയ്തു. ഓക്കെ, റെസിസ്റ്റിവിറ്റി 1/ റെസിസ്റ്റിവിറ്റി 1/ρ, അതിനെ നമ്മൾ K എന്ന് ഡിനോട്ട് ചെയ്തപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറി? G ഈക്വൽ ടു K ഇൻറ്റു A/L എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ G ഈക്വൽ ടു K ഇൻറ്റു A/L എന്ന് കിട്ടി. അപ്പോൾ ഇതും G ഈക്വൽ ടു 1/R എന്ന് പറയാം, അല്ലെ G ഈക്വൽ ടു K ഇൻറ്റു A/L എന്ന് പറയാം. ഇത് രണ്ടുമാണ് കണ്ടക്റ്റൻസിൻ്റെ ഇക്വേഷനായിട്ട് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, കണ്ടക്റ്റൻസിൻ്റെ ഇക്വേഷനായിട്ട് ഓർത്തിരിക്കേണ്ടത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ട സ്പെസിഫിക് കണ്ടക്റ്റൻസ് ആണ്. അപ്പം നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷനകത്ത് വരുന്ന കോൺസ്റ്റൻറ്റിനെ നമ്മൾ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് വിളിച്ചു. അപ്പോൾ കണ്ടക്റ്റൻസിൻ്റെ ഇക്വേഷനകത്ത് വരുന്ന ഈ കോൺസ്റ്റൻറ്റിനെ നമ്മൾ എന്ത് വിളിക്കും? സ്പെസിഫിക് കണ്ടക്റ്റൻസ് എന്ന് വിളിക്കും. അപ്പോൾ സ്പെസിഫിക് കണ്ടക്റ്റൻസിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും? K ഈസ് ഈക്വൽ ടു G ഇൻറ്റു L/A എന്ന് വരും. ക്ലിയർ ആണോ? K ഈക്വൽ ടു G ഇൻറ്റു L/A എന്ന് വരും. അതാണ് ഈ എഴുതിയിട്ടുള്ളത്. K ഓർ കാപ്പ ഈസ് ഈക്വൽ ടു കണ്ടക്റ്റൻസ് G ഇൻറ്റു L/A. ഓക്കെ, അപ്പോൾ ഇവരുടെ യൂണിറ്റിന് എന്ത് വരും? യൂണിറ്റ് എന്ത് വരും? ജിയുടെ യൂണിറ്റ്, ഈ സ്പെസിഫിക് കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ത് വരും? നോക്കിക്കേ, ജിയുടെ യൂണിറ്റ് എന്താണ്? G എന്ന് പറയുന്ന കണ്ടക്റ്റൻസ്, അത് റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കലാണ്. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണ്. അപ്പോൾ കണ്ടക്റ്റൻസിൻ്റെ എന്ത് വരും? (Ω⁻1) വരും. ഓക്കെ, ദെൻ ലെങ്ത്തിൻ്റെ എന്ത് വരും? സെൻറ്റിമീറ്റർ വരും. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ത് വരും? സെൻറ്റിമീറ്റർ സ്ക്വയർ വരും. ഇനി ആര് ക്യാൻസലായി പോകും? സെൻറ്റിമീറ്ററും ഇവിടുത്തെ ഒരു സെൻറ്റിമീറ്റർ കൂടെ ക്യാൻസലായി പോകുമ്പോൾ ബാക്കി എന്തുണ്ട്? (Ω⁻1) ഈ സെൻറ്റിമീറ്റർ മുകളിലോട്ട് പോകുമ്പോൾ cm⁻1. അപ്പോൾ അവരുടെ യൂണിറ്റ് എന്ത് കിട്ടി? (Ω⁻1) cm⁻1. ഈ യൂണിറ്റ് ഒന്നും കാണാതെ പഠിച്ചു വെക്കണ്ടേ, നിങ്ങൾ ഇക്വേഷൻസ് മാത്രം പഠിച്ചാൽ മതി. ഇക്വേഷനകത്തുനിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് യൂണിറ്റ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ, അല്ലെങ്കിൽ എല്ലാം കൂടെ തിരിഞ്ഞു പോകും. (Ω⁻1) ആണോ, ഓം ആണോ, സെൻറ്റിമീറ്റർ ആണോ, cm⁻1 ആണോ എന്നൊക്കെ തിരിഞ്ഞു പോകും. അതുകൊണ്ട് ഇക്വേഷൻ മാത്രം കാണാതെ പഠിക്കുക, അതെന്തായാലും പഠിച്ചേ പറ്റുള്ളൂ, നമുക്ക് പ്രോബ്ലംസിനൊക്കെ ആവശ്യമായിട്ട് വരും. അപ്പം ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂണിറ്റും കിട്ടും. പിന്നെ ഇവിടെ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കുക, സീമനാണ് കണ്ടക്റ്റൻസിൻ്റെ SI സിസ്റ്റത്തിലുള്ള യൂണിറ്റ് എന്നുള്ളത് കേട്ടോ, അത് മാത്രം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, The SI system is Siemens m⁻1. ഇവിടെ സ്പെസിഫിക് കണ്ടക്റ്റൻസിൻ്റെ SI യൂണിറ്റ് സീമൻ ആയിരുന്നു. അതുപോലെ തന്നെ സ്പെസിഫിക് കണ്ടക്റ്റൻസിൻ്റെ വരുമ്പോൾ സീമൻ പെർ മീറ്റർ അല്ലെങ്കിൽ സീമൻ m⁻1. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇതുവരെ നമ്മൾ 4 കാര്യങ്ങൾ പഠിച്ചു. എന്തൊക്കെയാണ്? ഒന്നാമത്തത് റെസിസ്റ്റൻസ് പഠിച്ചു. റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? R ഈക്വൽ ടു റോ ഇൻറ്റു L/A. രണ്ടാമത് നമ്മൾ എന്ത് പഠിച്ചു? സ്പെസിഫിക് റെസിസ്റ്റൻസ് പഠിച്ചു. സ്പെസിഫിക് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? റോ ഈക്വൽ ടു R ഇൻറ്റു A/L എന്നായിരുന്നു. അതിനുശേഷം നമ്മൾ എന്ത് പഠിച്ചു? കണ്ടക്റ്റൻസ് പഠിച്ചു. കണ്ടക്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താ? കണ്ടക്റ്റൻസിൻ്റെ ഇക്വേഷൻ G ഈക്വൽ ടു 1/R എന്ന് കിട്ടി. അല്ലെന്നുണ്ടെങ്കിൽ G ഈക്വൽ ടു 1/ρ ഇൻറ്റു A/L എന്ന് കിട്ടി. അല്ലെന്നുണ്ടെങ്കിൽ G ഈക്വൽ ടു കാപ്പ ഇൻറ്റു A/L എന്ന് കിട്ടി. ഓക്കെ, ആ 3 ഇക്വേഷനും പഠിച്ചു വെച്ചേക്കുക. കണ്ടക്റ്റൻസ് G ഈക്വൽ ടു 1/R, G ഈക്വൽ ടു 1/ρ ഇൻറ്റു A/L, G ഈക്വൽ ടു K ഇൻറ്റു അല്ലെങ്കിൽ കാപ്പ ഇൻറ്റു A/L. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് പഠിച്ചു? സ്പെസിഫിക് കണ്ടക്റ്റൻസ് പഠിച്ചു. അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? കാപ്പ ഈസ് ഈക്വൽ ടു G ഇൻറ്റു L/A. ഓക്കെ,
ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും നോക്കി വെച്ചിരിക്കുക. ഇത്രയും ആളുകളുടെ യൂണിറ്റുകളും നോക്കി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ ഈ 4 പേരെ കണക്ട് ചെയ്തിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഇനി ബാക്കിയുള്ളത് അടുത്ത സെക്ഷനായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ 4 പേരെ ഒറ്റ സെക്ഷൻ ആക്കിയിട്ട് ഈ 4 പേരുടെ ഇക്വേഷൻസ് എന്തായാലും പഠിച്ചു വെച്ചേക്കും. നിങ്ങൾ എല്ലാം കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. R = ρ × L/A എന്നുള്ളത് അറിയാമല്ലോ റെസിസ്റ്റൻസിൻ്റെ. അതിൽ നിന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്ത് ഡിറൈവ് ചെയ്തെടുത്തതാണ് ബാക്കി സ്പെസിഫിക് റെസിസ്റ്റൻസ് ആയാലും കണ്ടക്ടൻസ് ആയാലും സ്പെസിഫിക് കണ്ടക്ടൻസ് ആയാലും എല്ലാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ അത്രയൊന്നും മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി അടുത്ത സെക്ഷനിലോട്ട് പോവാം. ഇക്വലന്റ് കണ്ടക്ടൻസ് എന്താണ്? അപ്പോൾ ഇക്വലന്റ് കണ്ടക്ടൻസ് നോക്കിക്കേ. It is defined as the conducting power of all the ions produced by 1 gram equivalent of an electrolyte in a given solution. അപ്പോൾ എന്താണ് ഇക്വലന്റ് കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഒരു ഗ്രാം ഇക്വലന്റ് ഓഫ് ഇലക്ട്രോലൈറ്റ് എടുത്തു. ഒരു സൊല്യൂഷനകത്തുനിന്ന് 1 gram equivalent of an electrolyte കൺസിഡർ ചെയ്തു. ഓക്കെ, അപ്പം ഈ 1 gram equivalent of ഇലക്ട്രോലൈറ്റിനകത്തുള്ള എല്ലാ അയോൺസിൻ്റെയും കൂടെ കണ്ടക്റ്റിംഗ് പവറിനെയാണ് നമ്മൾ ഇക്വലന്റ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വലന്റ് കണ്ടക്ടൻസ് ഈസ് ഡിഫൈൻഡ് ആസ് കണ്ടക്റ്റിംഗ് പവർ ഓഫ് ഓൾ ദി അയോൺസ് പ്രസന്റ് ഇൻ 1 gram equivalent ഓഫ് അൻ ഇലക്ട്രോലൈറ്റ് ഇൻ എ ഗിവൺ സൊല്യൂഷൻ. നമ്മൾ ഒരു പർട്ടിക്കുലർ സൊല്യൂഷനകത്തുള്ള 1 gram equivalent ഓഫ് അൻ ഇലക്ട്രോലൈറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, 1 gram equivalent ഓഫ് അൻ ഇലക്ട്രോലൈറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? കണ്ടക്റ്റിംഗ് പവേഴ്സ് ഓഫ് ഓൾ ദി അയോൺസ്, അതിനകത്തുള്ള എല്ലാ അയോൺസിൻ്റെയും കൂടെ കണ്ടക്റ്റിംഗ് പവറിനെയാണ് നമ്മൾ ഇക്വലന്റ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇക്വലന്റ് കണ്ടക്ടൻസിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ലാംഡ യൂസ് ചെയ്തിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ലാംഡ. ഓക്കെ, then it is given by lambda is equal to kappa into V, where V is equal to volume in centimeter cube. അപ്പോൾ ഇവിടെ ലാംഡ നമ്മൾ പറഞ്ഞു ഇക്വലന്റ് കണ്ടക്ടൻസിനെ നമ്മൾ എല്ലാം കൂടെ ഡിനോട്ട് ചെയ്യുന്ന തിരിഞ്ഞു പോകരുതേ. റെസിസ്റ്റൻസിന് R, സ്പെസിഫിക് റെസിസ്റ്റൻസ് വരുമ്പം റോയ്, കണ്ടക്ടൻസ് വരുമ്പോൾ G, സ്പെസിഫിക് കണ്ടക്ടൻസ് വരുമ്പം കാപ്പ K. ഇനി അടുത്തത് ഇക്വലന്റ് കണ്ടക്ടൻസ് വരുമ്പോൾ ലാംഡ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. എല്ലാം കൂടെ തിരിഞ്ഞു പോരുത്. ഇക്വലന്റ് കണ്ടക്ടൻസ് വരുമ്പോൾ ലാംഡ എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ലാംഡയുടെ ഇക്വേഷൻ വരുന്നത് കാപ്പ ഇൻറ്റു വി എന്നാണ്. വേറെ വി എന്ന് പറയുന്നത് വോളിയം ഇൻ സെൻറ്റിമീറ്റർ ക്യൂബ് ആണ് കേട്ടോ. കാപ്പ കെ ഇൻറ്റു വി വോളിയമാണ് ഇക്വലന്റ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. കാപ്പ കെ എന്ന് പറയുന്നത് എന്താണ്? ഇക്വലന്റ് കണ്ടക്ടൻസ് ആണ് കാപ്പ കെ എന്ന് പറയുന്നത്. സ്പെസിഫിക് കണ്ടക്ടൻസ് ആണ് കാപ്പ കെ എന്ന് പറയുന്നത്. ആ സ്പെസിഫിക് കണ്ടക്ടൻസ് ഇൻറ്റു വോളിയം ചെയ്യുന്നതാണ് എന്ത്? ഇക്വലന്റ് കണ്ടക്ടൻസ്. നോക്കിക്കേ, ഇക്വലന്റ് കണ്ടക്ടൻസ് ഇൻക്രീസസ് വിത്ത് ഡൈല്യൂഷൻ ആൻഡ് അപ്രോച്ചസ് ദ ലിമിറ്റിംഗ് വാല്യൂ കോൾഡ് ഇക്വലന്റ് കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ. ഇനി ഈ ഇക്വലന്റ് കണ്ടക്ടൻസിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും എപ്പം? ഡൈല്യൂഷൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ സൊല്യൂഷനെ ഡൈല്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈക്വലന്റ് കണ്ടക്ടൻസിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഇതൊരു ലിമിറ്റിംഗ് വാല്യൂയിലോട്ട് അപ്രോച്ച് ചെയ്യുന്നു. അതായത് ഒരു മിനിമം ലിമിറ്റിംഗ് വാല്യൂ വരെ, മിനിമം അല്ല, ഒരു ലിമിറ്റിംഗ് വാല്യൂ വരെ, മാക്സിമം ഒരു വാല്യൂ വരെ ഇത് അപ്രോച്ച് ചെയ്യുന്നു. ആൻഡ് ആ വാല്യൂനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇക്വലന്റ് കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ. അതായത് മാക്സിമം ഡൈല്യൂഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ആ മാക്സിമം ഡൈല്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു ഇൻഫിനിറ്റ് ഡൈല്യൂഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വലന്റ് കണ്ടക്ടൻസ്. ഓക്കെ, ഇതാണ് ഇക്വലന്റ് കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ. നമ്മളൊരു സൊല്യൂഷൻ എടുത്തു, ആ സൊല്യൂഷനെ നമ്മൾ ഡൈല്യൂഷൻ നടത്തുന്നതിനനുസരിച്ചിട്ട് അവരുടെ ഈക്വലന്റ് കണ്ടക്ടൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഒരു പെർട്ടിക്കുലർ ലിമിറ്റിംഗ് വാല്യൂവിൽ അവർ എത്തിച്ചേർന്നു. ആ ലിമിറ്റിംഗ് വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇക്വലന്റ് കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ കേട്ടോ. ഇക്വലന്റ് കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ. അടുത്തത് മോളാർ കണ്ടക്ടൻസ്. അപ്പം ഇതെന്തായിരുന്നു? ഇക്വലന്റ് കണ്ടക്ടൻസ്. ഇക്വലന്റ് കണ്ടക്ടൻസിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്തത്? ലാംഡ വെച്ചിട്ട്. ലാംഡ ഈക്വൽ ടു കാപ്പ ഇൻറ്റു വി എന്നാണ് നമുക്ക് കിട്ടിയത്. അടുത്തത് അവിടെ വി എന്ന് പറയുന്ന വോളിയം ആയിരുന്നു. വോളിയം ഇൻ സെൻറ്റിമീറ്റർ ക്യൂബും ആയിരുന്നു. അത് ഓർത്തേക്കണം, വോളിയം ഇൻ സെൻറ്റിമീറ്റർ ക്യൂബ്. അടുത്തത് മോളാർ കണ്ടക്ടൻസ് ആണ്. മോളാർ കണ്ടക്ടൻസ് എന്താണെന്ന് നോക്കിക്കേ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഇസ് ദ കണ്ടക്ടിംഗ് പവർ ഓഫ് ഓൾ ദി അയോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ 1 mole ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ഇൻ എ ഗിവൺ സൊല്യൂഷൻ. അപ്പോൾ ഇക്വലന്റ് കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 1 gram ഇക്വലന്റ് ഓഫ് ആൻ ഇലക്ട്രോലൈറ്റിനകത്തുള്ള എല്ലാ അയോൺസിൻ്റെയും കൂടെ കണ്ടക്ടൻസിനെ ആയിരുന്നു ഇക്വലന്റ് കണ്ടക്ടൻസ് എന്ന് വിളിച്ചത്. കണ്ടക്ടിംഗ് പവർ ഓഫ് ഓൾ ദി അയോൺസ് പ്രസന്റ് ഇൻ 1 gram ഇക്വലന്റ് ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ഇൻ എ ഗിവൺ സൊല്യൂഷൻ. അതിനെയായിരുന്നു ഇക്വലന്റ് കണ്ടക്ടൻസ് എന്ന് വിളിച്ചത്. അപ്പം എന്തായിരിക്കും മോളാർ കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ? 1 mole ഓഫ് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനകത്തുള്ള എല്ലാ അയോൺസിൻ്റെയും കൂടെ കണ്ടക്ടിവിറ്റി. അതാണ് എന്ത്? മോളാർ കണ്ടക്ടൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കണ്ടക്ടിംഗ് പവർ ഓഫ് ഓൾ ദി അയോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ 1 mole ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ഇൻ എ ഗിവൺ സൊല്യൂഷൻ, അതിനെയാണ് നമ്മൾ മോളാർ കണ്ടക്ടൻസ് എന്ന് വിളിക്കുന്നത് കേട്ടോ.
ആൻഡ് മോളാർ കണ്ടക്റ്റൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ലാംഡ എം എന്നാണ്. മറ്റേത് ഇക്വലൻ്റ് കണ്ടക്റ്റൻസിനെ നമ്മൾ ലാംഡ എന്ന് ഡിനോട്ട് ചെയ്തു, മോളാർ കണ്ടക്റ്റൻസ് വന്നപ്പോൾ ലാംഡ എം എന്ന് ഡിനോട്ട് ചെയ്തു. ഓക്കെ, അതിൻ്റെ ഇക്വേഷനും എന്താണ്? കാപ്പ ഇൻറ്റു വി ആണ്. പക്ഷേ ഇവിടെ വോളിയം എന്താണ്? വോളിയത്തിനെ നമ്മൾ മറ്റേടത്ത് ഇക്വലൻ്റ് കണ്ടക്റ്റൻസിൽ വോളിയം ഇൻ സെൻറ്റിമീറ്റർ ക്യൂബ് ആയിരുന്നു, സെൻറ്റിമീറ്റർ ക്യൂബിലായിരുന്നു വോളിയത്തിനെ ഡിനോട്ട് ചെയ്തിരുന്നത്. ഇവിടെയോ വോളിയത്തിനെ വോളിയം ഇൻ ml കണ്ടെയ്നിങ് 1 gram മോൾ ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ്. ഓക്കെ, വോളിയത്തിനെ നമ്മൾ ml മില്ലി ലിറ്ററിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. എങ്ങനെ? മില്ലി ലിറ്റർ കണ്ടെയ്നിങ് 1 gram മോൾ ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ്. 1 gram മോൾ ഓഫ് ഇലക്ട്രോലൈറ്റിനകത്തുള്ള മില്ലി ലിറ്റർ എമൗണ്ട് ഓഫ് വോളിയത്തിനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വോളിയം ഇൻ മില്ലി ലിറ്റർ ആണ്, മറ്റേടത്ത് വോളിയം ഇൻ സെൻറ്റിമീറ്റർ ക്യൂബും ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? ലാംഡ എം ഈക്വൽ ടു കെ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ എം എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അതിൽ എം എന്ന് പറയുന്നത് മൊളാരിറ്റിയാണ് കേട്ടോ. എം എന്ന് പറയുന്നത് മൊളാരിറ്റിയാണ്. അപ്പോൾ ലാംഡ എമ്മിനെ ഒന്നുകിൽ നമുക്ക് കെ ഇൻറ്റു വി വെയർ വോളിയം ഈസ് റെപ്രസെൻറ്റഡ് ഇൻ മില്ലി ലിറ്റർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലാംഡ എം ഈക്വൽ ടു കാപ്പ കെ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ എം. എം എന്ന് പറയുന്നത് മൊളാരിറ്റി ആണ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ലാംഡ എം ഈക്വൽ ടു കെ ബൈ സി എന്നും റെപ്രസെൻറ്റ് ചെയ്യാം. വെയർ സി എന്ന് പറയുന്നത് എന്താണ്? കോൺസെൻട്രേഷൻ ഇൻ മോൾ പെർ ലിറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഈ 3 ഇക്വേഷൻസും ഓർത്ത് വെച്ചേക്കുക. ലാംഡ എമ്മിൻ്റെ ലാംഡ എം എന്ന് പറയുന്ന മോളാർ കണ്ടക്ടിവിറ്റിയാണ്. ലാംഡ എം ഈക്വൽ ടു കെ കാപ്പ ഇൻറ്റു വോളിയം വി ഇൻ ml എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ലാംഡ എം ഈക്വൽ ടു കെ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ എം എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. അവിടെ എം എന്ന് പറയുന്നത് മൊളാരിറ്റി ആണ്. അടുത്തത് ലാംഡ എം ഈക്വൽ ടു വേറെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? കെ ബൈ സി എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. വേറെ സി എന്താണ്? കോൺസെൻട്രേഷൻ ഇൻ മോൾ പെർ ലിറ്ററുമാണ് കേട്ടോ. കോൺസെൻട്രേഷൻ ഇൻ മോൾ പെർ ലിറ്ററുമാണ്. അപ്പോൾ ദ മാക്സിമം വാല്യൂ ഓഫ് മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഹൈ ഡൈല്യൂഷൻ, that is concentration approaches to zero, is known as molar conductance at infinite dilution. അപ്പോൾ നമ്മൾ ഡൈല്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, മോർ ആൻഡ് മോർ വാട്ടർ സൊല്യൂഷനേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഡൈല്യൂഷൻ മാക്സിമം ആവുന്ന സമയത്ത്, ഡൈല്യൂഷൻ മാക്സിമം ആവുക മീൻസ് എന്താണ്? കോൺസെൻട്രേഷൻ ഏകദേശം സീറോയിലോട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയമാവുമ്പോഴേക്കും, ഓക്കെ, കോൺസെൻട്രേഷൻ ഏകദേശം സീറോയിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോഴത്തേന് എന്ത് സംഭവിക്കും? മോളാർ അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഡൈല്യൂഷൻ ഹൈ ആവുന്ന സമയത്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കണ്ടക്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുന്നു. അപ്പം ഡൈല്യൂഷൻ ഹൈ ആവുക മീൻസ് കോൺസെൻട്രേഷൻ ഏകദേശം അപ്രോച്ചസ് ടു സീറോ ആവുന്ന സമയത്ത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന മോളാർ കണ്ടക്റ്റൻസിൻ്റെ വാല്യൂനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ എന്ന് വിളിക്കുക കേട്ടോ. മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ? ഈ 6 കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ട് മുന്നോട്ട് പോവുക കേട്ടോ. നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. സ്പെസിഫിക് കണ്ടക്റ്റൻസും മോളാർ കണ്ടക്റ്റൻസും ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇവിടെ ഓർത്ത് വെച്ചേക്കേണ്ടത് റെസിസ്റ്റൻസ്, സ്പെസിഫിക് റെസിസ്റ്റൻസ്, കണ്ടക്റ്റൻസ്, സ്പെസിഫിക് കണ്ടക്റ്റൻസ്, ഇക്വലൻ്റ് കണ്ടക്റ്റൻസ്, മോളാർ കണ്ടക്റ്റൻസ്, ഈ 6 ടേംസും കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക കേട്ടോ. നമുക്ക് പല പ്രോബ്ലംസിലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും വരും, നമുക്ക് എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഈ 6 ടേംസും കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. ഈ 6 എണ്ണത്തിൻ്റെയും ഇക്വേഷൻസും കൃത്യമായിട്ടും നോക്കി മനസ്സിലാക്കി വെച്ചേക്കുക കേട്ടോ. അടുത്തൊരു ടോപ്പിക്കാണ് സെൽ കോൺസ്റ്റന്റ്. എന്താണ് സെൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ദ സ്പെസിഫിക് കണ്ടക്റ്റൻസ് കെ അല്ലെങ്കിൽ കാപ്പ ഓഫ് ആൻ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടർ ഈസ് ഗിവൺ ബൈ കാപ്പ ഈക്വൽ ടു ജി ഇൻറ്റു L by A, where L is the distance between the electrodes and A is the area of cross section of each electrode. നമുക്ക് കണ്ടക്റ്റൻസ് ജിയുടെ ഇക്വേഷൻ കിട്ടിയത് 1/r എന്നായിരുന്നു അല്ലേ. അപ്പോൾ അതിനകത്ത് നിന്ന് നമ്മൾ ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ 1/r എന്ന് പറയുന്നത് എന്താണ്? റോ ഇൻറ്റു എൽ ബൈ എ എന്നായിരുന്നു. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ A/LA ഇൻറ്റു 1/ρ എന്ന് കിട്ടി. ദാറ്റ് ഈസ് A/LA ഇൻറ്റു കാപ്പ എന്ന് കിട്ടി. അപ്പോൾ ജിയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടി കാപ്പ ഇൻറ്റു A/L എന്ന് കിട്ടി. അതിൽ നിന്നും നമ്മൾ കാപ്പ അല്ലെന്നുണ്ടെങ്കിൽ സ്പെസിഫിക് കണ്ടക്റ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? കാപ്പ ഈക്വൽ ടു ജി ഇൻറ്റു L/A. അതാണ് എഴുതിയിരിക്കുന്നത്. കാപ്പ ഈക്വൽ ടു ജി ഇൻറ്റു L/A. അതിൽ ജി എന്ന് പറയുന്നത്, കെ എന്ന് പറയുന്നത് എന്താ? സ്പെസിഫിക് കണ്ടക്റ്റൻസ്. ജി എന്ന് പറയുന്നത് എന്താ? കണ്ടക്റ്റൻസ്. എൽ എന്ന് പറയുന്നത് യൂണിറ്റ് ലെങ്ത്തും എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമാണ്. അപ്പോൾ ഇവിടെ എൽ എന്ന് ഉദ്ദേശിക്കുന്നത് 2 ഇലക്ട്രോഡുകൾക്കിടയിലുള്ള ആ ഒരു ലെങ്ത് അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസിനെയാണ് എൽ വെച്ചിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് എ എന്ന് പറയുന്നത് ഇലക്ട്രോഡ്സിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമാണ്. ഓക്കെ, കണ്ടക്റ്റൻസ് ആയതുകൊണ്ട് തന്നെ
ആ രണ്ട് ഇലക്ട്രോഡുകൾക്കിടയിലുള്ള ആ ഒരു ഡിഫറൻസ് അതിനെയാണ് എൽ വെച്ചിട്ട് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ആ ഇലക്ട്രോഡിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെയാണ് എ വെച്ചിട്ടും ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി since K is equal to L by A into conductance, thus the cell constant may be defined as a factor with which the observed conductance is to be multiplied so as to get the specific conductance. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, ഇത് ചോദിക്കാറുള്ളതാണ്. ഈ എൽ ബൈ എ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടല്ലോ, നമ്മളിപ്പം കണ്ടക്ടൻസ് എടുത്തു കഴിഞ്ഞാൽ സ്പെസിഫിക് കണ്ടക്ടൻസ് എടുത്തു കഴിഞ്ഞാൽ കണ്ടക്ടൻസ് ഇൻറ്റു എൽ ബൈ എ എന്നാണ് നമുക്ക് കിട്ടിയത് അല്ലേ. അപ്പം അതിനകത്ത് എൽ ബൈ എ എന്ന് പറയുന്ന ഒരു ടേം വരുന്നുണ്ടല്ലോ. ആ എൽ ബൈ എ എന്ന് പറയുന്ന ടേമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സെൽ കോൺസ്റ്റന്റ് എന്ന് വിളിക്കുക. ഓക്കെ, സെൽ കോൺസ്റ്റന്റ് ഓർത്ത് വെച്ചേക്കുക. എൽ ബൈ എ എന്ന് പറയുന്നതാണ് സെൽ കോൺസ്റ്റന്റ്. ഓക്കെ, സെൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്താൽ മതി? എൽ ബൈ എയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി, സെൽ കോൺസ്റ്റന്റ് കിട്ടും. ഓക്കെ, ഇപ്പം ഇവിടെ നോക്കിക്കുക, നമ്മുടെ R ഈക്വൽ ടു റോ ഇൻറ്റു എൽ ബൈ എ. ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? R ഈക്വൽ ടു റോ ഇൻറ്റു സെൽ കോൺസ്റ്റന്റ് എന്ന് എഴുതാം നമുക്ക്. ഓക്കെ, അതേപോലെ റോ ഈക്വൽ ടു R ഇൻറ്റു എ ബൈ എൽ എന്നാണ് ഇക്വേഷൻ അല്ലേ. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? റോ സ്പെസിഫിക് റെസിസ്റ്റൻസ് റോ ഈക്വൽ ടു R ഇൻറ്റു 1 ബൈ സെൽ കോൺസ്റ്റന്റ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നമുക്ക് എല്ലിൻ്റെ എയുടെയും വാല്യൂ തരുന്നതിന് പകരം ചോദ്യത്തിനകത്ത് സെൽ കോൺസ്റ്റന്റിൻ്റെ വാല്യൂ തന്നിട്ടായിരിക്കും റെസിസ്റ്റൻസോ റെസിസ്റ്റിവിറ്റിയോ അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസോ ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കുക. അപ്പോൾ എൽ ബൈ എ എന്ന് പറയുന്നതാണ് സെൽ കോൺസ്റ്റന്റ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അപ്പോൾ എൽ ബൈ എനെയാണ് സെൽ കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നത്. അപ്പം കാപ്പായുടെ ഇക്വേഷനിൽ നോക്കിക്കേ, കാപ്പായുടെ ഇക്വേഷൻ നമുക്കറിയാം G ഇൻറ്റു എൽ ബൈ എ എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ. കാപ്പ ഈക്വൽ ടു സ്പെസിഫിക് കണ്ടക്ടൻസ് ഈക്വൽ ടു G കണ്ടക്ടൻസ് എ ഇൻറ്റു എൽ ബൈ എ സെൽ കോൺസ്റ്റന്റ് എന്ന് കിട്ടി അല്ലേ. അപ്പം നമുക്ക് പറയാം എന്ത്? കാപ്പ അല്ലെന്നുണ്ടെങ്കിൽ സ്പെസിഫിക് കണ്ടക്ടൻസ് എന്ന് പറയുന്നത് കണ്ടക്ടൻസിൻ്റെയും സെൽ കോൺസ്റ്റന്റിൻ്റെയും കൂടെ പ്രോഡക്റ്റ് ആണെന്ന് പറയാം. കാരണം എൽ ബൈ എ എന്ന് പറയുന്നത് സെൽ കോൺസ്റ്റന്റ് ആണെന്ന് നമ്മളിപ്പോൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം സ്പെസിഫിക് കണ്ടക്ടൻസ് എന്ന് പറയുന്നത് കണ്ടക്ടൻസിൻ്റെയും സെൽ കോൺസ്റ്റന്റിൻ്റെയും കൂടെ പ്രോഡക്റ്റ് ആണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതാണ് ഈ പറഞ്ഞിട്ടുള്ളത്. സിൻസ് കാപ്പ ഈസ് ഈക്വൽ ടു എൽ ബൈ എ ഇൻറ്റു കണ്ടക്ടൻസ്, ദെൻ സെൽ കോൺസ്റ്റന്റ് മേ ബി ഡിഫൈൻഡ് as a factor with which the observed conductance is to be multiplied so as to get the specific conductance. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് കണ്ടക്ടൻസ് എന്ന് പറയുന്നത് കണ്ടക്ടൻസ് ഇൻറ്റു സെൽ കോൺസ്റ്റന്റ് ചെയ്താൽ മതി. ഓക്കെ, ദെൻ സെൽ കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എന്താ വരുന്നത്? നോക്കിക്കേ, സെൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എൽ ബൈ എ ആണ്. ലെങ്ത്തിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ, ഏരിയയുടെ യൂണിറ്റ് സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ എന്ത് വന്നു? 1 ബൈ സെന്റിമീറ്റർ അല്ലെങ്കിൽ സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് വന്നു. ഇനി മീറ്ററിലാണെന്നുണ്ടെങ്കിൽ മീറ്റർ ഇൻവേഴ്സ് കേട്ടോ. അപ്പോൾ സെന്റിമീറ്റർ ഇൻവേഴ്സ് അല്ലെങ്കിൽ മീറ്റർ ഇൻവേഴ്സ് എന്നുള്ളതാണ് സെൽ കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് വരുന്നത്. അതും ഓർത്ത് വെച്ചേക്കുക കേട്ടോ. SI യൂണിറ്റ് ചോദിച്ചാൽ സെന്റിമീറ്റർ ഇൻവേഴ്സ് അല്ല, മീറ്റർ ഇൻവേഴ്സ് ആണ്. മീറ്ററിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മീറ്റർ ഇൻവേഴ്സ് ആണ് SI യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അടുത്തത് നമുക്കൊരു ലോ ആണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ടേംസ് കേട്ടോ. കണ്ടക്ടൻസ് ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്, റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഉണ്ട്, കണ്ടക്ടൻസ് ഉണ്ട്, സ്പെസിഫിക് കണ്ടക്ടൻസ് ഉണ്ട്, മോളാർ കണ്ടക്ടൻസ് ഉണ്ട്, ഇക്വലന്റ് കണ്ടക്ടൻസ് ഉണ്ട്, സെൽ കോൺസ്റ്റന്റ് ഉണ്ട്. ഈ 7 ടേംസും കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. 7 എണ്ണത്തിൻ്റെയും ഇക്വേഷൻസ് പഠിച്ചു വെച്ചേക്കുക, 7 എണ്ണത്തിൻ്റെയും യൂണിറ്റ്സും പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ഇനി നമ്മൾ മേജർ പോർഷൻസിലോട്ട് കടക്കുകയാണ്. അതിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കോൾറോഷ്യസ് ലോ ആണ്. കോൾറോഷ്യസ് ലോൻ്റെ ആപ്ലിക്കേഷൻസ് പഠിക്കാനുണ്ട്, ഏത് രീതിയിലാണ് പ്രോബ്ലംസ് വരുന്നത് എന്നുള്ളതൊക്കെ നോക്കാനുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.